ഞാൻ മംഗളം പത്രത്തിൽ ഇരുന്നപ്പോൾ എൻ്റെ ജില്ലാ ലേഖകന്മാരോട് പറയുമായിരുന്നു, പ്രാദേശിക ലേഖകന്മാരെല്ലാം പറയായിരുന്നു, നമ്മുടെ ഓഫീസ് കല്ലെറിയണം. സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഓഫീസിന് കല്ലേറ് കിട്ടണം. നിങ്ങൾക്ക് തല്ല് കിട്ടണം, ഞങ്ങൾക്ക് തെറിയെങ്കിലും കിട്ടണം. സത്യസന്ധമായ വാർത്തയുടെ പേരിൽ എങ്കിലേ നമ്മൾ മാധ്യമപ്രവർത്തനം പത്രപ്രവർത്തനം നടത്തുന്നു എന്ന് അഭിമാനിക്കാവൂ എന്ന് പറയുമായിരുന്നു. അതുപോലെ ഇപ്പോഴും ചെറുപ്പക്കാർ എന്തിനും തയ്യാറാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ വ്യക്തിയെ സംരക്ഷിക്കാനും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവൻ്റെ ജീവിത സുരക്ഷിതത്വം നൽകാനും ചാനൽ ആ മാധ്യമ മേധാവികൾക്ക് കഴിയണം. ആ ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ ആ ഉറപ്പ് നൽകിയാൽ ഇപ്പോഴും ചെറുപ്പക്കാർ അത്ഭുതങ്ങൾ ചെയ്യും. ആ റിസ്ക് എടുക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമ മേധാവിയും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നല്ല വാർത്തകൾ വരാതിരിക്കുന്നതിൻ്റെ കാരണം. പത്രത്തിൽ നല്ല വാർത്തകൾ വന്നിട്ട് എത്ര നാളായി? ഒരു നല്ല ഒരു ശ്രദ്ധേയമായ വാർത്ത വന്നിട്ട് എത്ര കാലമായി? ചാനൽ ഈ തൊടുന്യായങ്ങളും ചർച്ചയൊക്കെ നടത്തും. ആരെ ഇരുന്ന് വിനു വിജോണ്ടിരുന്ന് ചർച്ച, ആൾക്കാരെ വിനു വിജോന്റെ ചർച്ചയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവൻ വിനുവിൽ നിന്ന് നടുക്കിരിക്കുന്നു, ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ പിണറായി വിജയനെ ചീത്ത പറയും. അത് അഭിപ്രായങ്ങളാണ്. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേറ്റീവായിട്ടൊരു സാധനം, ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കുന്നത് പുറത്തു കൊണ്ടുവരണമല്ലോ. ആ പുറത്തു കൊണ്ടുവന്നിട്ട് ഏത് ചാനലാണ് കൊണ്ടുവന്നത്? അടുത്ത കാലത്ത് ഏത് പത്രമാണ് കൊണ്ടുവന്നത്? അപ്പോൾ ഭയമാണ് മാധ്യമപ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും നയിക്കുന്ന വികാരം. അത് മാറ്റാൻ ഇവിടുത്തെ ചാനൽ മേധാവികളും പത്രമേധാവികളും തയ്യാറാണ്. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവനെ കൈവിട്ട് അവനെ പാർട്ടിക്കാർക്കോ പോലീസിനോ എറിഞ്ഞു കൊടുത്ത് മാളത്തിലേക്ക് ഒളിക്കുന്ന ഇപ്പോഴത്തെ മാധ്യമ നേതൃ സംസ്കാരം മാറിയാൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ അത്ഭുതങ്ങൾ കാണിക്കും. അത്തരമൊരു മാറ്റങ്ങളായിരിക്കും മലയാളം ന്യൂസ് കൊണ്ടുവരാൻ പോകുന്നത്. ആഗ്രഹം അതാണ്. ആഗ്രഹത്തിനോടൊപ്പം ചുവട് വയ്ക്കുന്ന കുറേ സീനിയർ ആളുകളുമുണ്ട് ഇവിടെ. ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിനകത്ത് ന്യൂസ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനേജ്മെൻറ്റും, അതായത് ചെയർമാനും എം ഡിയും അതുപോലെ നല്ല മുതിർന്ന പത്രക്കാരുടെ ഒരു നല്ല സംഘം, നല്ല പ്രതിഭകളുടെ ഒരു സംഘം നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എനിക്ക് കഴിയല്ല, ഞങ്ങൾ കൂട്ടായിട്ട് ഈ ചാനലിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അല്ല, ഒരു വാർത്ത ചെയ്തിട്ട് ഇത്രയും നാളും ജയിലിൽ പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൻ്റെ എം ഡിയും അതിൻ്റെ എല്ലാമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ താങ്കൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എന്നാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതിന് എന്നോട് സി പി ജോൺ പറഞ്ഞൊരു കഥയുണ്ട്. സി പി ജോൺ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ സ്വദേശാഭിമാനി എന്നോട് പറഞ്ഞു, ഈ ഭരണാധികാരിയുടെ ഈ ലൈംഗിക ചേഷ്ടകൾ പുറത്തു കൊണ്ടുവന്നതിന് രണ്ടാമത് ജയിലിൽ പോകുന്ന ആൾ അജിത്താണ്, ആദ്യം ജയിലിൽ പോയ ആൾ സ്വദേശാഭിമാനിയാണ്. ഞാൻ പറഞ്ഞു, ജോണെ സ്വദേശാഭിമാനി എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു? അല്ല, അപ്പം സി പി ജോൺ പറഞ്ഞത് സ്വദേശാഭിമാനി അന്ന് സർ രാജഗോപാലാചാരി എന്നൊരു ദിവാൻ ഭരിച്ചിരുന്നു. ദിവാൻ്റെ മകനാണ് വരദരാജൻ നായർ. വരദരാജൻ നായരുടെ മകനാണ് വി പ്രതാപേന്ദ്രൻ, വീക്ഷണത്തിൻ്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന KPCC ട്രഷറായിരുന്ന വി പ്രതാപേന്ദ്രൻ. ഈ വരദരാജാചാര്യക്ക് ഒരു സോക്കേടുണ്ട്. അങ്ങനെ സ്ത്രീ വിഷയത്തിൽ ഇത്രയും വീക്ക്നെസ് ഉള്ളതാണ്. അദ്ദേഹം ഒരു സ്കൂൾ ഫംഗ്ഷൻ ചെന്നപ്പോൾ വനിതകളോട് ലൈംഗിക ചുവയുള്ള സംഭാഷണം നടത്തി. അത് സ്വദേശാഭിമാനി പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് എഴുതി. ആ ഭാഷ, ആ റിപ്പോർട്ട് നമ്മളിപ്പോൾ വായിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എഴുതി ഇപ്പോഴെങ്ങാനാണെങ്കിൽ പട്ടാളത്തെ അയച്ചവർ വെടിവെച്ച് വന്നേനെ. അതുപോലെ രൂക്ഷമായ ഭാഷയിലാണ് എഴുതിയത്. അങ്ങനെയാണ് സ്വദേശാഭിമാനിയെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനാണെന്ന് സി പി ജോൺ പറഞ്ഞ് എനിക്കറിയാം. ജയിലിൽ വന്നപ്പോൾ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.